ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ അളവിന് പാലാണ്. ഞാനത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുവാണ്. ഇപ്പം സ്റ്റൗ ഓണാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പാല് ഈ ഒരു ബൗളിനകത്തേക്ക് എടുക്കാം. ബൗളിൽ ഞാൻ 2 ടീസ്പൂൺ അളവിന് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് നമ്മൾ പിന്നീട് ഈ ഒരു പാലിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഞാനിവിടെ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫ്ലേവറുള്ള കൊക്കോ പൗഡർ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അത് ഡിസോൾവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള ലംസൊക്കെ പാലിൽ നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓണാക്കാം. ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒരു നുള്ളിൻ്റെ പകുതി അളവിനാണ് ഉപ്പ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു കോൺഫ്ലോർ മിക്സാണ്. അപ്പോൾ അത് ചേർക്കുന്നതിന് മുൻപായിട്ട് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 150 ഗ്രാം അളവിനാണ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ഈ പാലിലൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റൊക്കെ ചേർക്കുന്ന സമയത്ത് എത്ര ചെറുതായിട്ട് അത് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ ചേർക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റായി കിട്ടിക്കോളും. അപ്പം ചേർത്ത് കൊടുത്ത ചോക്ലേറ്റൊക്കെ ഇതിനകത്തേക്ക് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കൊക്കോ പൗഡർ ഞാൻ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്